ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന അതേസമയം മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് പഴംപൊരി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പഴംപൊരി തയ്യാറാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ നേന്ത്രപ്പഴം എന്ന് പറയുന്നത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. പഴംപൊരിക്ക് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം സെലക്ട് ചെയ്യുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കുക. പക്ഷെ ഒരുപാട് അങ്ങോട്ട് പഴുത്തതായാലും നന്നായിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ ആവശ്യത്തിന് പഴുത്തിട്ടുണ്ട്. തീരെ പഴുക്കാത്ത പഴമായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പഴുത്തിട്ട് പഴത്തിന് അത്യാവശ്യം നല്ല മധുരം വേണം. ഇതിപ്പോൾ അത്ര ഒരുപാട് വലിപ്പമുള്ള പഴമല്ല. ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യും. ഇതിനിപ്പോൾ ഒരുപാട് അങ്ങോട്ട് നീളമില്ല. ഞാനിതിപ്പോൾ ഇതുപോലെ 2ആയിട്ട് മുറിക്കുകയാണ്. ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നീളത്തിൽ തന്നെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം ഇതൊരു 3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിക്നെസ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. എനിക്കിപ്പോൾ ഈ പഴത്തിൻ്റെ ഒരു വണ്ണനുസരിച്ച് എനിക്ക് ഇതൊരു 3 കഷ്ണം മതി. ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ പഴവും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഇതുപോലെ ലോങ് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. കാരണം ഈ പഴത്തിന് അത്ര വലിപ്പമില്ല. 2ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ കഷ്ണമായിരിക്കും. അപ്പോൾ ഞാൻ ഫോട്ടോയ്ക്ക് കുറച്ച് ഭംഗി വന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. മൈദ ഉപയോഗിക്കാത്തവർക്ക് ഇതിനു പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി. ഈ വറുത്ത അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പഴംപൊരി ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം അധികം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 നുള്ള്. ഒരുപാട് വേണ്ട. മധുരമുള്ള എന്ത് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളമാണ്. വെള്ളം നമുക്ക് മൈദ കുഴച്ചെടുക്കാൻ ആവശ്യത്തിന്. ഈ മൈദയിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പഞ്ചസാര, എള്ള്, ഉപ്പ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവണ്ട, അതുപോലെ തന്നെ ഒരുപാട് ലൂസ് ആവണ്ട. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ, ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഒരുപാട് തിക്കാവും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസാവും വേണ്ട. പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് പഴം ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കും പഴംപൊരി. എണ്ണ ആവശ്യത്തിന് ചൂടായെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ആയിട്ടില്ല എണ്ണ, കണ്ടില്ലേ, താഴെ തന്നെയാണ് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ടെങ്കിൽ എണ്ണ ആവശ്യത്തിന് ചൂടായെന്നർത്ഥം. ഇത് ഞാൻ കോരി മാറ്റുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഡ്രോപ്പും കൂടി വെച്ച് കാണിക്കാം. കണ്ടില്ലേ മുകളിലേക്ക് പൊങ്ങി വരുന്നത്? എണ്ണ ആവശ്യത്തിന് ചൂടായെന്നർത്ഥം. ഇനി നമുക്ക് ഈ ബാറ്ററിൽ പഴം മുക്കാം. അതിനുശേഷം ഈ ചൂടായ എണ്ണയിൽ ഇട്ട് വറുത്തെടുക്കാം.
ഒരുപാട് അങ്ങോട്ട് അടുപ്പിച്ചിടണ്ട. അടുപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും, പിന്നെ നമ്മൾ വിടിയിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ വലുതായ കാരണം ഞാൻ 2 എണ്ണം തന്നെയാണ് ഇട്ട് കൊടുക്കണുള്ളൂ. കണ്ടില്ലേ, ഇത് ഒന്ന് വേർത്ത് വരുന്ന കണ്ടില്ലേ? തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരുപാട് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. ഒരുപാട് ഓയിൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഈ പഴത്തിന് നല്ല മധുരമുണ്ട്. നല്ല മധുരമുള്ള പഴം ഉപയോഗിച്ച് പഴംപൊരി തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കരിഞ്ഞു പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം ഭാഗം ബ്രൗൺ ഷെയ്ഡായിട്ട് മാറും. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നല്ല കറക്റ്റാണ്. ഇതിപ്പോൾ നല്ല നാടൻ രീതിയിലുള്ള പഴംപൊരിയാണ്. ഇത് മതി. ഇനി ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആക്കാൻ നിൽക്കണ്ട. ഞാനിത് കോരി മാറ്റാണ്. കോരി മാറ്റിയതിന് ശേഷം നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണ എക്സസ് ആയിട്ടുള്ളതൊക്കെ താഴോട്ട് പോയിക്കോളും. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ഈ പഴം അത്യാവശ്യത്തിന് കുക്കായിട്ട് വരണം, അപ്പോഴാണ് പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ കുഴിയുള്ളൊരു ചീനച്ചട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിതിപ്പോൾ ഒരു വൈഡായിട്ടുള്ള പാത്രം എടുത്ത കാരണമാണ് ഇത്ര അധികം ഓയിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. പഴംപൊരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സ്നാക്ക് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ടപ്പേന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈസി ആയിട്ടുള്ളൊരു സ്നാക്കല്ലേ. അതുപോലെ തന്നെ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണത്. ഇതായിട്ടുണ്ട്. ഞാൻ കോരി മാറ്റണം. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ഷെയ്ഡാക്കാൻ നിൽക്കണ്ട. ആവശ്യത്തിന് കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കോരി മാറ്റാം. അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അടിപൊളിയായെന്ന് പറയാല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.